നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ കൺസ്യൂമർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ വിളിക്കുക നിസ്സംഗത വക്രം എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മൾ അതിന് പോകുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റോട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാണ്. എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കാണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നാൽ എന്തെന്ന്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഡെവലപ്പ് ചെയ്തത് അല്ലെങ്കിൽ അത് കൊണ്ടുവന്നത് H.H. ഗോസൻ എന്ന ജർമ്മൻ ഇക്കണോമിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഗോസൻസ് ഫസ്റ്റ് ലോ ഓഫ് കൺസംഷൻ എന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് നോക്കാം. ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് it says that satisfaction of consumption of an additional unit will be less than the preceding unit. അതായത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞത് എത്രയേ ഉള്ളൂ. നമ്മുടെ ആദ്യം നമ്മൾ കഴിക്കുമ്പോൾ ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത് നമ്മൾ കഴിക്കുമ്പോൾ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷനേക്കാളും കൂടുതലായിരിക്കും. അതും അല്ലെങ്കിൽ നമ്മൾ രണ്ടാമത് കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ആദ്യം കഴിച്ചപ്പോൾ നമുക്ക് ലഭിച്ച സാറ്റിസ്ഫാക്ഷനേക്കാൾ കുറവായിരിക്കും എന്ന് പറഞ്ഞ തിയറിയെ വരുന്ന പേരാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ ആ വാക്കിൽ തന്നെയുണ്ട് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചു കഴിച്ചാൽ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്തിട്ടിരിക്കും, ഡിമിനിഷ് ചെയ്തിട്ടിരിക്കും. സോ ദാറ്റ് ഇസ് കോൾഡ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഇനി എന്താണ് നമുക്ക് ഇൻഡിഫറൻസ് കർവ് തിയറിയിലോട്ട് പോകാം. ഇൻഡിഫറൻസ് കർവ് അല്ലെങ്കിൽ നിസ്സംഗത വക്രം എന്നാൽ എന്ത്? നിസ്സംഗത വക്രം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഉപഭോക്താവ് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്ന് കഴിഞ്ഞാലോ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുക. ആ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ അദ്ദേഹം കാണുമ്പോൾ ആ വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളിൽ ഏത് സാധനം എടുത്ത് കഴിച്ചാലും അദ്ദേഹത്തിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ തുല്യമാകും അല്ലെങ്കിൽ തുല്യമാണ് എന്നുള്ള ചിന്ത ആണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഇപ്പൊ ഒരു കൺസ്യൂമർ ചെന്നിട്ട് ഒരു ഷോപ്പിൽ ചെല്ലുവാണ്. അദ്ദേഹത്തിന് ആദ്യം കാണുന്ന ഒരു ബണ്ടിൽ അല്ലെങ്കിൽ ഒരു സാധനം അദ്ദേഹത്തിന് കഴിച്ചാൽ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം രണ്ടാമത് കാണുന്ന സാധനം കഴിച്ചാൽ ലഭിക്കുന്നതാണ്. സാധനം തുല്യമാണ്, കോമ്പിനേഷന് വ്യത്യാസമുള്ളൂ. അപ്പോൾ അദ്ദേഹം ആദ്യം ചെന്ന് കഴിയുമ്പോൾ ഒരു ബണ്ടിൽ കാണുവാണ്. ആ ബണ്ടിൽ കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സെയിം സാധനത്തിന് വേറൊരു ബണ്ടിൽ കാണുമ്പോൾ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അപ്പൊ എവിടെയാണ് അപ്പൊ അതേപോലെ തന്നെ മൂന്നാമത് ഒരു ബണ്ടിൽ കാണുമ്പോൾ അദ്ദേഹം ഇത് രണ്ടും ഒഴിവാക്കി അതെടുത്ത് കഴിച്ചാലും അദ്ദേഹത്തിന് സെയിം സാറ്റിസ്ഫാക്ഷൻ, മറ്റത് മേടിച്ച് കഴിച്ചാൽ ലഭിക്കുന്നതിനുള്ള സാറ്റിസ്ഫാക്ഷൻ തന്നെയായിരിക്കും മൂന്നാമത് മേടിച്ച് കഴിക്കാൻ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ മൂന്നിൽ ഒന്ന് തന്നെയാണ്, പക്ഷെ ഏതെടുക്കണം എന്നുള്ളത് ഇൻഡിഫറന്റ് ആണ്, വ്യത്യസ്തപ്പെട്ടിട്ടാണ്. സോ അപ്പൊ ആ മൂന്ന് സാധനം കൊണ്ട് നമ്മൾ ഒരു ഗ്രാഫിലോ ഒരു ലൈനിലോ കൊണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും, ഒരു ലൈൻ കിട്ടാൻ ഒരു വക്രം ലഭിക്കും. ആ വക്രത്തിനാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് വിളിക്കുക. കൂടുതലായിട്ട് നമുക്ക് ഇൻഡിഫറൻസ് കർവ് എന്താണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ആദ്യം ഇൻഡിഫറൻസ് കർവ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം, ഇൻഡിഫറൻസ് കർവ് ഷെഡ്യൂൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇൻഡിഫറൻസ് കർവ് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു ഉപഭോക്താവ് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു ഷോപ്പിംഗ് മാളിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന കോമ്പിനേഷൻ അല്ലെങ്കിൽ ഓരോ കെട്ട് സാധനങ്ങൾ എപ്രകാരമായിരിക്കും എന്ന് ഒരു ടേബിൾ രൂപത്തെ അല്ലെങ്കിൽ ടേബിൾ ഘടനയെ വിളിക്കുന്ന പേരാണ് IC ഷെഡ്യൂൾ, ഇൻഡിഫറൻസ് കർവ് ഷെഡ്യൂൾ. അപ്പൊ നോക്കാം. ഇപ്പൊ ഒരു ഉപഭോക്താവ് ഷോപ്പിംഗ് മാളിൽ ചെന്ന് കഴിയുമ്പോൾ A എന്ന ബണ്ടിൽ എടുക്കുവാണ്. A എന്ന ബണ്ടിലുള്ള സാധനങ്ങൾ ഏതാന്ന് നോക്കാം. ഒരു ബനാനയും അല്ലെങ്കിൽ ഒരു പഴവും 15 മാംഗോയാണ്, 15 മാങ്ങയുമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കോമ്പിനേഷനുള്ള ഒരു കെട്ട്. അതേപോലെ രണ്ടാമത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 2, 12 എന്നുള്ള കോമ്പിനേഷനും, മൂന്നാമതെന്ന് പറയുന്നത് 3, 10, നാലാമതെന്ന് പറയുന്നത് 4, 9 എന്നുള്ള കോമ്പിനേഷനാണ് അതിന് മുന്നിലുള്ളത്. അപ്പൊ അദ്ദേഹത്തിന് മുന്നിൽ കാണുന്ന ഈ 4 കോമ്പിനേഷനുകളിൽ അല്ലെങ്കിൽ 4 കെട്ടിൽ ഏത് സാധനം മേടിച്ച് കഴിച്ചാലും അദ്ദേഹത്തിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ത് തന്നെയായിരിക്കും, തുല്യമായിരിക്കും. പക്ഷെ അദ്ദേഹം
ബാക്കി മൂന്നിനോടും ഇൻഡിഫറന്റ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? IC ഷെഡ്യൂൾ എന്ന് പറയുക. അപ്പൊ IC ഷെഡ്യൂളിനെ നമ്മൾ ഗ്രാഫിലോട്ട് കൊണ്ടുവന്ന് നമുക്ക് എന്ത് ലഭിക്കും? ഇൻഡിഫറൻസ് കർവ് കിട്ടും, അല്ലെങ്കിൽ നിസ്സംഗത വക്രം നമുക്ക് ലഭിക്കും. നമുക്ക് എങ്ങനെയാണ് കൊണ്ടുവരാൻ നോക്കാം. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, X ആൻഡ് Y ആക്സിസ് എഴുതിയിട്ടുണ്ട്. X ആക്സിസിനകത്ത് 1 മുതൽ 4 വരെയും Y ആക്സിസിനകത്ത് 1 മുതൽ 15 വരെ ഞാൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് അതിന് കോമ്പിനേഷൻ കൊണ്ടുവരാം. 1 15 ആണ്. 1 15 ഇവിടെ പോയിന്റ് ചെയ്യാം. 2 12 10 ഇവിടെ പോയിന്റ് ചെയ്യാം. 3 10 ആണ്. 3 10 ഇവിടെ ഏകദേശം പോയിന്റ് ചെയ്യാം. 4 9 ആണ്. 4 9 ഏകദേശം ഇവിടെ ആയിരിക്കും വരിക. 4 9. അപ്പോൾ ഞാൻ ഈ കോമ്പിനേഷൻ എല്ലാത്തിനും ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു കർവിലോട്ട് കൊണ്ടുവരുന്നു. ആ കർവിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ്, അല്ലെങ്കിൽ നിസ്സംഗത വക്രം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് നിസ്സംഗത വക്രം അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് എന്നാൽ എന്താണ്. ഒരു ഉപഭോക്താവ് നേരെ ഷോപ്പിലോട്ട് ചെല്ലുന്ന, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോളിൽ ചെല്ലുവാണ്. അതിന് 4 സാധനങ്ങൾ കാണുവാണ്. 4 സാധനങ്ങൾ ഏതൊക്കെയാണ്? ABCD എന്ന് പറയുന്ന 4 കവറുകൾ കാണുവാണ്. ആ 4 കവറിലുള്ള ഏത് കവർ എടുത്താലും അദ്ദേഹത്തിന് ലഭിക്കുന്ന, ഏത് കവർ സാധനം മേടിച്ച് അദ്ദേഹം കഴിച്ചാലും അദ്ദേഹത്തിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ തുല്യമായിരിക്കും. പക്ഷേ ബാക്കി മൂന്നിനോട് അത് എന്തായിരിക്കും? ഉണ്ടായിരിക്കും. അപ്പോ എന്താണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് പറയുന്നത്? ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് പറയുന്നത് ഇറ്റ്സ് എ കർവ് ദാറ്റ് ഷോസ് എ ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് that a consumer gives equal level of satisfaction and equal level of utility is called as indifference curve. അപ്പോൾ ഒരു ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വ്യത്യസ്ത കോമ്പിനേഷനുള്ള സാധനങ്ങൾ കാണിക്കുന്ന ഒരു കർവാണ്. പക്ഷെ ആ വ്യത്യസ്ത സാധനങ്ങളുള്ള ഏത് സാധനം വാങ്ങിച്ച ആ ഉപഭോക്താവ് കഴിച്ചാലും അദ്ദേഹത്തിന് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ സംതൃപ്തി, അല്ലെങ്കിൽ യൂട്ടിലിറ്റി സെയിം ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് കർവ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇൻഡിഫറൻസ് കർവ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ അറിയാം എന്ന് വിചാരിക്കുന്നു. നോക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇൻഡിഫറൻസ് കർവിന്റെ വേറൊരു ഫീച്ചറാണ്, അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവിന്റെ വേറൊരു കൺസെപ്റ്റ് ആണ് MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന്റെ ജസ്റ്റ് ഈക്വൽ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അത് ആ വാക്കിൽ തന്നെ ഉണ്ട്. എന്താണ് അർത്ഥം? നമ്മൾ ഒരു സാധനം കൂടുതൽ കൺസംഷൻ ചെയ്യണമെങ്കിൽ മറ്റൊരു സാധനത്തിന്റെ കൺസംഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? കുറച്ചുകൊണ്ടിരിക്കണം. അതിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അതിനർത്ഥം ഇറ്റ്സ് എ സാക്രിഫൈസിംഗ് റേഷ്യോ ഓഫ് എ വൺ കമ്മോഡിറ്റി ടു കൺസ്യൂം മോർ ഓഫ് അതർ കമ്മോഡിറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമുക്ക് ഇതിനകത്ത് മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നോക്കാം. ഇവിടെ നമുക്ക് മാങ്ങ 15 നിന്ന് 12 വരികയും ബനാന 1 നിന്ന് 2 വരികയും ചെയ്യുകയാണ്. നോക്കുക, എനിക്ക് ഈ മാങ്ങ കൂടുതൽ വാങ്ങണം എന്ന് വിചാരിക്കുക. ഞാൻ ഒരു മാങ്ങയിൽ നിന്ന് രണ്ടാമത്തെ മാങ്ങ ഞാൻ എന്ത് ചെയ്യുന്നു? വാങ്ങാൻ ശ്രമിക്കുന്നു. പക്ഷേ എന്റെ മറ്റൊരു സാധനം എന്ത് ചെയ്യണം? ഞാൻ കുറയ്ക്കണം. അപ്പോൾ ഞാൻ ഒരു മാങ്ങയിൽ നിന്ന് രണ്ടാമത്തെ വാങ്ങാൻ വേണ്ടി ശ്രമിച്ചാൽ എനിക്ക് ഒരു പഴത്തിൽ നിന്ന് ഞാൻ രണ്ടാമത്തെ പഴം വാങ്ങാൻ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? എന്റെ 15 മാങ്ങയിൽ നിന്ന് 12 മാങ്ങയായിട്ട് ഞാൻ കുറയ്ക്കണം. അല്ലെങ്കിൽ 3 മാങ്ങ നമ്മൾ കുറച്ചിട്ട് ഒരു പഴം ഞാൻ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. ആ റേഷ്യോ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നോക്കാം. മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവിടെ നമ്മൾ ആദ്യം 0 കൊടുക്കുന്നു, കാരണം ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒന്നുമില്ല. നോക്കാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര മാറ്റം നോക്കാം. അതായത് ഞാൻ ഇവിടെ നിന്ന് 1 നിന്ന് 2 പഴം വാങ്ങുമ്പോൾ 15 നിന്ന് ഞാൻ 12 പോകുമ്പോൾ എത്ര കുറയ്ക്കുക? ഞാൻ ഇവിടെ 3 കുറയ്ക്കുന്നു, ഇവിടെ 1 കൂട്ടുന്നു. അപ്പൊ മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 3. 12 നിന്ന് 10 പോകുമ്പോൾ 2 ഞാൻ കുറയ്ക്കുന്നു, ഞാൻ 1 കൂട്ടുന്നു, ഇവിടെ 2, ഇവിടെ ഞാൻ 1, ഇതിനകത്ത് 1 എന്ന് കിട്ടുന്നു. അപ്പൊ മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3, 2, 1. അപ്പൊ മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എപ്രകാരമാണ് കണ്ടുപിടിക്കുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എന്താണ് മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് ഈ ഗ്രാഫിലോട്ട് നോക്കാം. ഈ ഗ്രാഫിലോട്ട് മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. ഇത് ഞാനിപ്പോൾ ഇവിടെ കോമ്പിനേഷൻ എഴുതിയിട്ടുണ്ട്. നോക്കാം, ഇത് ഞാൻ ഇങ്ങനെ എഴുതി. രണ്ടാമത്തെ കോമ്പിനേഷൻ, മൂന്നാമത്തെ കോമ്പിനേഷൻ, നാലാമത്തെ കോമ്പിനേഷൻ ഞാനിവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി എന്താണ് മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ? മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്ര സാധനമാണ്. ഏതാണ്? ഇതും 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 ഇതും. അപ്പൊ എന്താ മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ? മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഞാനിപ്പോ ഇവിടെ നിന്ന് എനിക്ക് ഇതിൽ കൂടുതൽ മേടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ y
കുറയ്ക്കണം, എക്സ് കൂട്ടണം. അപ്പൊ ഞാൻ ഇത്രയും കുറച്ചാൽ എനിക്ക് ഇത്രയും എന്ത് ചെയ്യാം, കൂട്ടാം. അതാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും കുറച്ചാൽ എനിക്ക് ഇത്രയും എന്ത് ചെയ്യാം, കൂട്ടാം. അതിനാണ് മാർഗ സബ്സ്റ്റിറ്റ്യൂഷൻ. എം ആർ എസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് എന്ന് വിളിക്കുക. ചേഞ്ച് ഇൻ വൈയിൽ നിന്നും ഹരണം ചേഞ്ച് ഇൻ എക്സ്, ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ് ഇസ് ഈക്വൽ ടു മാർഗ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ മാർഗ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ, സബ്സ്റ്റിറ്റ്യൂഷൻ ഇക്വേഷൻ എന്താണ്, ചേഞ്ച് ഇൻ വൈ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ എക്സ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കാം. അപ്പൊ മാർജിനൽ റേറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് അതിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നിസ്സംഗത വക്രത്തിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. ഇൻഡിഫറൻസ് കർവിന്റെ ആദ്യത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് അല്ലെങ്കിൽ നെഗറ്റീവ്ലി സ്ലോപ്ഡ്. ഒരു ഇൻഡിഫറൻസ് കർവ് എപ്പോഴും എന്തായിരിക്കും, നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കും എന്നാണ് ആദ്യത്തെ ഫീച്ചർ നമ്മൾ പറയാം. അപ്പൊ നിങ്ങൾ ഓർക്കും എന്തുകൊണ്ടാണ് ഒരു ഇൻഡിഫറൻസ് കർവ് നെഗറ്റീവ് സ്ലോപ്ഡ് ആവാനുള്ള കാരണം? അത് ഇത്രേ ഉള്ളൂ. ഇൻഡിഫറൻസ് കർവ് നെഗറ്റീവിലോ അല്ലെങ്കിൽ ഡൗൺവേർഡ് സ്ലോപ്ഡ് ആവാനുള്ള മെയിൻ കാരണം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ്. അപ്പൊ എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ലഭിച്ച സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്, രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ആദ്യത്തേക്കാളും കുറവായിരിക്കും എന്നതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയാം. അപ്പൊ അതുകൊണ്ട് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ത് സംഭവിക്കുന്നു, അത് മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് എന്തായി പോകുന്നത്, നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയി പോകുന്നത്. ഇനി രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോൺവെക്സ് ടു ദി ഒറിജിൻ. കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ഒറിജിൻ ആണെന്ന് വിചാരിക്കുക, 0 x ആൻഡ് y. കോൺവെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒറിജിനെ നോക്കി തുറന്നിരിക്കുന്നതിന് പിടിക്കുന്ന പേര് കോൺവെക്സ് കർവ് നമ്മൾ പറയാം. അതിന്റെ ഓപ്പോസിറ്റ് ആണ് കോൺകേവ്. നമ്മുടെ കോൺകേവ് ഷേപ്പ് ഉള്ളത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിനകത്തുള്ള പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ പഠിച്ചപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. കർവിന്റെ രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ്. എന്താണ് കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് നമുക്ക് നോക്കാം. കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഷേപ്പിനെ വിളിക്കുന്നതുകൊണ്ടാണ് കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദി ഒറിജിൻ എന്ന് പറയാനുള്ള കാരണം ഒരുപക്ഷെ നിങ്ങൾ അത് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അത് ഇത്രേ ഉള്ളൂ. ഒരു ഇൻഡിഫറൻസ് കർവ് കോൺവെക്സ് ടു ദി ഒറിജിൻ വരാനുള്ള മെയിൻ കാരണം ഞാൻ നേരത്തെ കാണിച്ചതാണ്, അതിന്റെ സ്ലോപ്പ് ആണ്. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, അതിതാണ്. അതായത് ഇവിടെ നിന്ന് ഒരു സാധനം കുറച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് വേറൊരു സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോ ഇവിടെ നമ്മള് y കുറച്ചാൽ x എന്ത് ചെയ്യാം, കൂട്ടാം. അപ്പൊ ഇത് ഈ കർവിന്റെ സ്ലോപ്പ് ആണ് ശരിക്കും ഇത് പറയാ. ഇതെന്ന് പറയുന്നത് ഈ കർവിന്റെ ചരിവിനെയാണ് ഇത് സൂചിപ്പിക്കുക. അപ്പോ MRS ആണ് ഈ സാധനം, ചേഞ്ച് ഇൻ y ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ x. നമ്മൾ നേരത്തെ നോക്കിയതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ഇൻഡിഫറൻസ് കർവ് എന്തായി പോകുന്നത്, കോൺവെക്സ് ടു ദി ഒറിജിൻ ആയി പോകുന്നത്. അപ്പൊ മാർജിനൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണ് ഒരു ഇൻഡിഫറൻസ് കർവ് എന്തായി പോകുന്നത്, കോൺവെക്സ് ടു ദി ഒറിജിൻ ആയി പോകുന്നത്. ഇനി മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ്സ് മോർ ആൻഡ് മോർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നാണ് പറയുക. അതായത് ഹയർ ആൻഡ് ഹയർ ഇൻഡിഫറൻസ് ഗീവ്സ് മോർ ആൻഡ് മോർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. അതിനർത്ഥം മുകളിൽ കാണിക്കുന്ന നിസ്സംഗതാ വക്രം കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്നാണ് പറയുക. അതിനർത്ഥം നമ്മളിപ്പോ ഇവിടെ ഒരു ഇൻഡിഫറൻസ് കർവ് ഒന്നുകൂടെ വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ടാമത് മൂന്നാമത് വരച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ 1, 2, 3 എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ബിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എയേക്കാൾ കൂടുതലും ബിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സിയേക്കാൾ കുറവാണ്. അതിനർത്ഥം നമുക്ക് സിയുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് എയേക്കാൾ കൂടുതലുമാണ്. അതായത് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന സാധനം ഇതിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരികയും ഇവിടെ നിന്ന് നമ്മൾ വാങ്ങുന്ന സാധനം ഇവിടത്തേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്നുള്ളതാണ് നിയമം. അതായത് മുകളിൽ കാണിക്കുന്ന നിസ്സംഗതാ വക്രം സൂചിപ്പിക്കുന്നത് താഴത്തേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്നാണ് സൂചിപ്പിക്കുക. ഇനി എന്താണ് അടുത്തത് നോക്കാം. ഒരു ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, കൂട്ടുമുട്ടില്ല. അതാണ് അടുത്ത പ്രോപ്പർട്ടീസ്. അപ്പൊ എന്താണ് ഒരു രണ്ട് ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും തമ്മിൽ എന്ത് ചെയ്യത്തില്ല, കൂട്ടുമുട്ടില്ല. അതാണ് നമ്മൾ രണ്ടാമത് അല്ലെങ്കിൽ അടുത്ത് കാണിക്കുന്ന പ്രോപ്പർട്ടീസ്. എന്തുകൊണ്ടാണ് രണ്ട് ഇൻഡിഫറൻസ് തമ്മിൽ കൂട്ടുമുട്ടാത്തത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും.
അത് ഇവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നോക്കാം, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് രണ്ട് കാര്യം. എന്താണ് ഒരു കാര്യം? ഒരു ഇൻഡിഫറൻസ് കർവിൽ കാണിക്കുന്ന ഒരു ഇൻഡിഫറൻസ് കാണിക്കുന്ന വ്യത്യസ്ത പോയിന്റുകളായാലും ഏത് സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ തുല്യമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞു, ഒന്നിൽ കൂടുതലുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മുകളിൽ കാണിക്കുന്ന ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നു എന്നാണ് നമ്മൾ പറയുക. രണ്ടാമത് നമ്മൾ പറഞ്ഞു. പക്ഷെ ആ രണ്ടും ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നു? വയലേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് രണ്ട് ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും കൂട്ടുമുട്ടില്ല എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇത് വയലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിപ്പോ ഞാൻ ആദ്യത്തെ ഇൻഡിഫറൻസ് കർവ് വരച്ചു, എ ബി എന്നുള്ള ഇൻഡിഫറൻസ് കർവ് വരച്ചു. അതിനർത്ഥം എ എന്ന ബണ്ടിൽ എടുത്താലും ബി എന്ന് പറയുന്ന ബണ്ടിൽ എടുത്താലും എനിക്ക് ലഭിക്കുന്ന സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് തുല്യമാണ് എന്നാണ് അതിനർത്ഥം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അതേപോലെ തന്നെ രണ്ടാമത് ഞാനൊരു ഇൻഡിഫറൻസ് കർവ് വരച്ചു കഴിഞ്ഞു, എയും സിയും. അതും എന്ത് തന്നെയാണ് പറയുന്നത്? എയും സിയും എടുത്തു കഴിച്ചാലും എ എടുത്തു കഴിച്ചാലും സി എടുത്തു കഴിച്ചാലും എനിക്ക് ഒരുപോലെ സാറ്റിസ്ഫാക്ഷൻ ആണ് തരിക. അപ്പോ എയും സിയും എനിക്ക് ഒരേപോലെ സാറ്റിസ്ഫാക്ഷൻ തരുന്നു, എയും ബിയും ഒരേപോലെ സാറ്റിസ്ഫാക്ഷൻ തരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കും ബിയും സിയും ഒരുപോലെ സാറ്റിസ്ഫാക്ഷൻ അല്ലേ തരിക? പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുന്നു? അങ്ങനെയല്ല. ബിയും സിയും നമുക്ക് എന്ത് തരില്ല? ഒരുപോലെ സാറ്റിസ്ഫാക്ഷൻ തരില്ല. കാരണം ബി എന്ന് പറയുന്നത് സി എന്ന് പറയുന്നതിന് മുകളിലുള്ള ഇൻഡിഫറൻസ് കർവിലാണ് കാണുന്നത്. മാത്രമല്ല 9 7 എന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് 9 5 എന്ന കോമ്പിനേഷനേക്കാൾ കൂടുതലാണ്. ഹയർ ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് അവിടെ തരുന്നത്. അപ്പോ ഇവിടെ എന്ത് ചെയ്യപ്പെടുന്നു? നമ്മൾ പറയുന്ന നേരത്തെ പറഞ്ഞ രണ്ട് പ്രോപ്പർട്ടീസും വയലേറ്റ് ചെയ്യപ്പെടുന്നു. അല്ലെങ്കിൽ അസംബന്ധ ഘടകമായിട്ട് നമ്മളിവിടെ കാണുവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? രണ്ട് ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും എന്ത് ചെയ്യപ്പെടില്ല, കൂട്ടുമുട്ടുകയില്ല എന്ന് പറയുന്നത്. അപ്പോ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഒന്നിൽ കൂടുതലുള്ള ഇൻഡിഫറൻസ് കർവിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് മാപ്പ്. അപ്പൊ എന്താണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇൻഡിഫറൻസ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിൽ കൂടുതൽ നിസ്സംഗതാ വക്രം അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്ന ഒരു ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഡിഫറൻസ് മാപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഇൻഡിഫറൻസ് കർവ്, എന്തുകൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ഇങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതെന്നും, അതേപോലെ തന്നെ ഒരു ഇൻഡിഫറൻസ് കർവ് ഷെഡ്യൂൾ തന്നു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് MRS കണ്ടുപിടിക്കുക എന്നും MRS എന്താണെന്നും നിങ്ങൾക്ക് വളരെ വ്യക്തമായി എന്ന് വിചാരിക്കുന്നു.